ഗൈസ്. അപ്പോൾ ഗുരുവായൂർ അമ്പലം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ആനക്കോട്ട കാണാനാട്ടാ. ഞാൻ ഒരുപാട് പ്രാവശ്യം ആനക്കോട്ട കാണാൻ വന്നിട്ടുണ്ട് കേട്ടാ. തുമ്പി ആദ്യമായിട്ടാ വരുന്നത്. തുമ്പിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടാട്ടാ. തുമ്പി എന്നെ ആനേനെ വിളിക്കുന്ന സുന്ദരു എന്നാ. ആനന്ന് അറിയാഞ്ഞിട്ടല്ല കേട്ടാ, സുന്ദരു എന്നാ ഓളന്നെ ഇട്ട പേരാണ്. ഞങ്ങളുടെ പട്ടാമ്പി ഭാഗത്ത് പൂരത്തിന് നിന്നേ കാളെ മാത്രമേ ഉണ്ടാവുള്ളൂ, ആന ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആനേനെ ഭയങ്കര കാര്യം. അതിന് പുറമെ നമ്മുടെ കുന്നംകുളം ഭാഗത്തേക്കുള്ള എല്ലാ പൂരത്തിനും ആനകളും ഉണ്ടാവും കേട്ടോ. ആനകളില്ലെങ്കിൽ പിന്നെ പൂരമില്ലെന്നാ. കുന്നംകുളം മാത്രമല്ല കേട്ടാ, തൃശ്ശൂർ ഫുൾ അങ്ങനെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നു. ഈ ആനക്കോട്ട് ആനകളെന്നെ കണ്ട ഞങ്ങളെ പൂരട്ട ഓർമ്മ വരിക. ചിറവരമ്പത്തേക്കാവും പൂരവും കാട്ടാമ്പാ പൂരവും. ഈ രണ്ട് പൂരാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത്. ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ആനകളുടെയും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടാ. എല്ലാ ദിവസവും നല്ല മഴ കേട്ടാ. പക്ഷെ ഞങ്ങൾ പോയ ദിവസം തീരെ മഴ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ നമുക്ക് ആനകളെ കാണാൻ പറ്റി. മഴയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ആനക്കോട്ടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടക്കാണ്ട്. അതുകൊണ്ട് തന്നെ ആനകളെ മര്യാദയ്ക്ക് കാണണമെങ്കിൽ ഈ മഴയില്ലാത്ത സമയത്ത് പോകണം കേട്ടാ നല്ലത്. ഞാൻ ആനകളെ കണ്ടുവരുമ്പോൾ ഈ കുട്ടിക്കൊമ്പനെ കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഡാൻസ് കളിക്കായിരുന്നു. അവിടുത്തെ മിക്ക ആനകൾ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു കേട്ടോ. അമ്മയും തുമ്പിയും കൂടിയിട്ട് ആനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു, വേർത്ത് കുളിച്ചു വിട്ടാ ഞാൻ. ഇപ്പൊ സമയം ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുമ്പി ചിണിങ്ങിട്ടാ വരുന്നത്. കാരണം എന്താ, ഉറക്കം വന്നിട്ടാണ്. ഇനി നേരെ വീട്ടിൽ കേട്ടാ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.